കള്ളച്ചൂത് കളിച്ച് ശകുനി പാണ്ഡവരെ പരാജയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ അപമാനം അനുഭവിക്കേണ്ടി വന്നത് ദ്രൗപദിയാണ്. ദുശാസനന്റെ കൈകൾ കൊണ്ട് വസ്ത്രം അപഹരിക്കപ്പെട്ട് കൗരവസഭയിൽ പൊട്ടിക്കരഞ്ഞ ദ്രൗപദിയുടെ മുഖം പാണ്ഡവർക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. തങ്ങളെ ക്രൂരമായി ചതിച്ച ശകുനിയോടായിരുന്നു പാണ്ഡവരുടെ മുഴുവൻ പകയും. യുദ്ധത്തിന്റെ 18-ാം ദിവസമാണ് അത് സംഭവിച്ചത്. തങ്ങളുടെ നിർഭാഗ്യത്തിന് കാരണക്കാരനായ ചതിയനായ ശകുനിയെ വധിക്കാനുള്ള നിയോഗം ഇളയവനായ സഹദേവനായിരുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ സമാപന ദിവസം ശകുനിയെയും പുത്രനായ ഉലൂകനെയും പാണ്ഡവർ ആക്രമിച്ചു. ഇതറിഞ്ഞ ദുര്യോധനൻ ശകുനിയെ സംരക്ഷിക്കാനായി സൈന്യവുമായി ഓടിയെത്തി. എന്നാൽ ഭീമസേനൻ തന്റെ നേർക്ക് എല്ലാ യുദ്ധവും തിരിച്ചു വിട്ടുകൊണ്ട് ഇവരെ തടഞ്ഞു നിർത്തി. ഈ സുവർണാവസരത്തിലാണ് തന്റെ പ്രതിജ്ഞ നിറവേറ്റാനുള്ള അവസരം സഹദേവന് ലഭിച്ചത്. തന്റെ വാളുപയോഗിച്ച് ശകുനിയുടെ ശിരസറുത്ത് സഹദേവൻ പാഞ്ചാലിയുടെ കണ്ണുനീരിനുള്ള മറുപടി നൽകി.